5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഭാഗ്യം വന്നു കയറേണ്ട സമയത്ത് നീ കണ്ണടച്ച് അവിടെ നിന്ന് മുങ്ങി. നീ അങ്ങനെ മുങ്ങിയപ്പോ ആ ഭാഗ്യം വന്നു കയറിയത് എനിക്കാ. ചാരുവിനെ പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയത് ഭാഗ്യമല്ല ബ്രോ, വരുവാ ദൈവം തന്ന വരം. ചാരുവിനെ എനിക്ക് കിട്ടാൻ കാരണം എന്റെ ബ്രോ നീയാ. അതിന്റെ നന്ദി എന്നോണം നിന്നെ ഞാൻ ഓർക്കാറുണ്ട്. നീ കളിയാക്കുവാണോ? കളിയാക്കിയതല്ല ബ്രോ, സത്യ. ആരെ പിടിച്ച് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം. ചാരുവിനെ എനിക്ക് കിട്ടിയതിൽ എനിക്കുള്ള സന്തോഷം മറ്റെന്ത് കിട്ടിയാലും എനിക്ക് ഉണ്ടാവില്ല ബ്രോ. ചാരുവിനെ എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാ നീ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളൊക്കെ ക്ഷമിച്ച് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. പോട്ടെ ബ്രോ. ബാല, നിന്റെ ആലോചനയുടെ കാര്യം മനസ്സിലായി. പക്ഷേ ഗോവിന്ദ, ഏത് കാര്യത്തിലും വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നു എനിക്ക് ഇതുവരെ. പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. അരവിന്ദന്റെ കാര്യമല്ലേ ബാലൻ പറഞ്ഞു വരുന്നത്? അല്ല ഗോവിന്ദ, ആ ചീഫ് എഞ്ചിനീയർ എന്തിനാ ആ ഫ്രോഡിനെ ജാമ്യത്തിലിറക്കിയത്? അവര് കൊടുത്ത കേസ് പിൻവലിക്കാനുള്ള അധികാരവും അവകാശവും അവർക്കുണ്ട്. എന്നാ അവനിപ്പോ അവരുടെ റിസ്കിൽ ജാമ്യത്തിൽ വിട്ടത് ഞാൻ കൊടുത്ത കേസിന് മുകളിലാണ്. അതിന്റെ പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട് ഗോവിന്ദ. നമ്മളിനി കൂടുതൽ സൂക്ഷിക്കണം. വക്കീലിനോട് കാര്യങ്ങൾ സംസാരിച്ച് ഇനി വേണ്ടതെന്താന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തീരുമാനിക്കണം. അരവിന്ദനെ എങ്ങനെ വിട്ടാ ആകാശനും ചാരുമോൾക്ക് ആപത്താ. അരവിന്ദനെ കുറിച്ച് ആലോചിക്കുമ്പോ ബാലന്റെ മനസ്സിൽ വെറുതെ തോന്നുന്നോ ഇതൊക്കെ? അല്ല ഗോവിന്ദ, തോന്നലല്ല, അതാണ് സത്യം. ആ ഫ്രോഡ് എന്തും ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യിപ്പിക്കും അവന്റെ അമ്മ. ബാല, നീ വെറുതെ ഓരോന്ന് കണക്കൂട്ടുക. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ബാല. അരവിന്ദും ആകാശും സഹോദരങ്ങളല്ലേ, അവർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവന് കുറച്ച് എടുത്തിയാട്ടമുണ്ട്, അത് പതിയെ മാറിക്കൊള്ളും. ധൃതി പിടിച്ച് ബാലനൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോ തൽക്കാലം ഒന്നും കണ്ടില്ലെന്ന് വെക്കുക. രണ്ടു കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവൂ. നീ ഒന്നിനും പോണ്ട. അരവിന്ദനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ബാല. ഗോവിന്ദ, ഞാൻ പറഞ്ഞില്ലേ, അരവിന്ദനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവനെ കൊണ്ട് ചെയ്യിക്കും ഹേമ. ചാരുമോളെ അവള് സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല. അതിനൊരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കില്ല. അവസാനിപ്പിക്കേണ്ട കാര്യങ്ങൾ അപ്പപ്പ അവസാനിപ്പിക്കണം. നീട്ടിവെച്ചാൽ അതിന്റെ തിരിച്ചടി നമുക്ക് തന്നെയായിരിക്കും. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല.